ഓക്കെ ഡിയർ ചിൽഡ്രൻ, നമുക്കിന്ന് JEE അഡ്വാൻസിൻ്റെ 2 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാം. ആദ്യത്തേത് ന്യൂമറിക്കൽ ടൈപ്പാണ്. ഇത് 2018 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. എല്ലാ വർഷവും പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് ക്വസ്റ്റ്യൻ അഡ്വാൻസിന് ചോദിക്കാറുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ നിങ്ങൾ പഠിച്ചോളണം. അപ്പോൾ ക്വസ്റ്റ്യൻ നോക്കാം. ദ നമ്പർ ഓഫ് 5 ഡിജിറ്റ് നമ്പേഴ്സ് വിച്ച് ആർ ഡിവിസിബിൾ ബൈ 4 with the digits from the set 1, 2, 3, 4, 5 and the repetition of digits is allowed. Repetition allow ചെയ്തിട്ടുണ്ട് കേട്ടോ. 1, 2, 3, 4, 5 ആണ്. പക്ഷെ 4 കൊണ്ട് ഡിവിസിബിൾ ആയിരിക്കണം. അപ്പോൾ 5 ഡിജിറ്റ്സ് ആണ്, റിപ്പറ്റീഷൻ അലൗഡ് ആണ്. 4 കൊണ്ട് ഡിവിസിബിൾ ആവാനുള്ള കണ്ടീഷൻ നിങ്ങൾക്ക് അറിയാമോ? ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കും. ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 12ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം, 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. ലാസ്റ്റ് 2 ഡിജിറ്റ്സ്, അതാണ് കണ്ടീഷൻ. അപ്പോൾ ലാസ്റ്റ് 2 ഡിജിറ്റ് എന്ന് പറയുമ്പോൾ 4ന്റെ മൾട്ടിപ്പിളും ആവണം. ഇതിനകത്തുള്ളത് മാത്രമേ വരാൻ പാടുള്ളൂ, അതിനകത്തുള്ളത്. അപ്പോൾ 12 വരാം. അങ്ങനെയുള്ള നമ്പേഴ്സ് നോക്കിയെടുക്കാം. 12 വരാം, 32 വരാം, 44 വരാം, 24 വരാം, 52 വരാം. 5 കേസസ് ആണ് വരുന്നത്. ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 12 വരാം, 24 വരാം, 32 അല്ലെ 4ന്റെ മൾട്ടിപ്പിൾ ആണ്, 44 4ന്റെ മൾട്ടിപ്പിൾ ആണ്, 52 4ന്റെ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഇങ്ങനെ 5 കേസ് വരും. അപ്പോൾ ബാക്കിയുള്ള 3 പ്ലേസസ് റിപ്പറ്റീഷൻ അലൗഡ് ആയതുകൊണ്ട് ഇതൊക്കെ ഇവിടെയും വരാം. ഇവിടെ ഇപ്പോൾ നമ്മൾ 1, 2 എടുത്തു കഴിഞ്ഞാൽ ആ 1ഉം 2ഉം 1, 2, 3, 4, 5 ഇവിടെയും വരാം. അപ്പോൾ ദിസ് ക്യാൻ ബി ഫിൽഡ് വിത്ത് 5 × 5 × 5. 1, 2 അവിടെ ഫിക്സ്ഡ് ആണ്, പക്ഷെ നമുക്ക് അതൊക്കെ റിപ്പറ്റീഷൻ അലൗഡ് ആയതുകൊണ്ട് ഇവിടെയും വരാം. അതേപോലെ 24 ഫിക്സ്ഡ് ആണ്, ഇതും എന്ത് വരാം? 5 × 5 × 5 വരാം. ഇതും അതേപോലെ തന്നെ വരാം. 5 × 5 × 5 വരാം. ഇതും അതേപോലെ തന്നെ വരാം. 5 × 5 × 5. ദാറ്റ് ഈസ് ഒരെണ്ണം കൂടി ഇല്ലേ? 5 × 5 × 5 32ന്റെ. അപ്പോൾ 5 കേസസ് വരും. അപ്പോൾ 5 കേസസ് × 5³ എന്ന് വരും. 5 കേസസ് വരും. ഓരോന്നും 5 ക്യൂബാണ്, എല്ലാം 5 ക്യൂബാണ്. അപ്പോൾ 5 × 5³ 5 × 5³ എത്രയാ? 625. 625 ആണ് ഇതിന്റെ ആൻസർ. 625 ഈസ് ദി ആൻസർ. ഓക്കെ, മനസ്സിലായോ? നമുക്ക് അടുത്തത്, ഇത് ഒരു ഇമ്പോർട്ടൻ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ഇത് അറിയണമെങ്കിൽ നമുക്ക് 4ന്റെ മൾട്ടിപ്പിൾ ആവാനുള്ള ആ ഒരു കണ്ടീഷൻ നമുക്ക് അറിഞ്ഞിരിക്കണം. എന്താ? ലാസ്റ്റ് 2 ഡിജിറ്റ്സ് 4ന്റെ മൾട്ടിപ്പിൾ ആയിരിക്കണം. 12, 24, 32, 44, 52. ഓക്കെ, ബാക്കി നമുക്ക് സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അടുത്തത് ഒരു മെട്രിക്സ് മാച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യൻ ഒന്ന് നല്ലപോലെ ഒന്ന് റീഡ് ചെയ്യാം. മെട്രിക്സ് മാച്ച് ടൈപ്പ്. കൺസിഡർ, 2 നമ്മൾ എടുത്തിരിക്കുന്നത് പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻസ് എന്ന് തന്നെയാണ്. ഇതും IIT 2008 ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്. പഴയ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ റീസൈക്കിൾഡ് ആയിട്ട് വരുന്നുണ്ട്. എക്സാക്റ്റ് അല്ല, പക്ഷെ സെയിം ഒരു കോൺസെപ്റ്റ് ആയിട്ടൊക്കെ വരും. ചെറിയ ചെറിയ ഡിഫറൻസിൽ വരുന്നുണ്ട്. അത് നോക്കിക്കോളാം നിങ്ങൾ. കൺസിഡർ ഓൾ പോസിബിൾ പെർമ്യൂട്ടേഷൻസ് ഓഫ് ദി ലെറ്റേഴ്സ് ഓഫ് ദി വേർഡ് ഇന്ത്യൻ OL IN. സ്പെല്ലിംഗ് ഒക്കെ ഇങ്ങനെയാണ്. END EANOEL. എത്ര ലെറ്റേഴ്സ് എന്ന് നോക്കിയേ? 1, 2, 3, 4, 5, 6, 7, 8, 9. 9 ലെറ്റേഴ്സാണ് ഉള്ളത്. 9 ലെറ്റേഴ്സ് ഉണ്ട്. അതിൽ കോളം 1, ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് കണ്ടെയ്നിങ് വേർഡ് ENDEA. ഏത് വേർഡ് എടുത്താലും ENDEA അവിടെ ഉണ്ടാവണം. അതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ്, the number of permutations of the word containing ENDEA. അപ്പോൾ ആകെ എത്ര ലെറ്റേഴ്സ് ആണ് ഉള്ളത്? E ഉണ്ട്, N ഉണ്ട്, D, again E, A, N,
OEL 9 ലെറ്റേഴ്സ് ഉണ്ട്, 9 ലെറ്റേഴ്സ്. ഏത് വേർഡ് എടുത്താലും അതിൽ ENDEA ഉണ്ടാവണം, അതാണ്. അപ്പോൾ ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഓഫ് ദി വേർഡ് ENDEA ഈസ് സെയിം ആസ് ദ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് ഓഫ് 5 ഡിഫറെന്റ് തിങ്സ്. ENDEA അതാണ് സംഭവം. The number of permutations containing the word ENDEA is same as the number of arrangements of the different things ENDEA. അതുണ്ടാവും. അതെപ്പോഴും അടുത്തടുത്തായിരിക്കും, ടുഗദർ, അത് ഒരുമിച്ചായിരിക്കുള്ളൂ. പിന്നെ വേണ്ടത് NO ആയിരിക്കുള്ളത്, N ഉണ്ട്, O ഉണ്ട്, E ഉണ്ട്, L ഉണ്ട്. അപ്പോൾ ENDE എന്ന് പറഞ്ഞ വേർഡ് വേണം. അത് കൂടാതെ അതെപ്പോഴും വേണം, അത് മസ്റ്റാണ്. ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് കണ്ടെയ്നിങ് വേർഡ് ENDEA is. പിന്നെ വരുന്നത് NOEL ആണ്. അങ്ങനെ വരുമ്പോൾ ഇത് നിങ്ങൾ എപ്പോഴും ഒരുമിച്ചായതുകൊണ്ട് അതിനെ ഒരു യൂണിറ്റ് ആയിട്ട് കാണണം നിങ്ങൾ, ഒരു യൂണിറ്റ് ആയിട്ട്. ടുഗദർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. അങ്ങനെ വരുമ്പോൾ എത്ര യൂണിറ്റ് ആയി? 1 2 3 4 5 5 യൂണിറ്റ് ആയി. അതിനെ ഒരു യൂണിറ്റ് ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്യണം. പക്ഷെ അത് ഷഫിൾ ചെയ്യാൻ പാടില്ല. ENDEA തന്നെ അങ്ങനെ തന്നെ വരാൻ പാടുള്ളൂ. അപ്പോൾ ഇത് ഒരു യൂണിറ്റ്, അങ്ങനെ മൊത്തം 5 യൂണിറ്റ്. അപ്പോൾ എന്തായിരിക്കും? 5 ഫാക്ടോറിയൽ ആയിരിക്കും. 5 ഫാക്ടോറിയൽ ആണ്. അപ്പോൾ എയുടെ ആൻസർ എന്താണ്? 5 ഫാക്ടോറിയൽ വരും. 5 ഫാക്ടോറിയൽ. അവിടെ അത് P ആണ്, അവിടെ അത് P തന്നെയാണ്, നേരെ തന്നെ എടുക്കുകയാണ്. അപ്പോൾ 5 ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് കണ്ടെയ്നിങ് ദ വേർഡ് ENDEA ഈസ്. അപ്പോൾ അതൊരു വേർഡായിട്ട് നിങ്ങൾ സങ്കല്പിച്ചോളണം, ഒരു വേർഡ്. അപ്പോൾ അത് ഈ ലെറ്റേഴ്സ് എല്ലാം ടുഗദർ ആണ്, ഒരുമിച്ച്. അത് നമുക്ക് ഷഫിൾ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഉള്ള ബാക്കിയുള്ള ലെറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ 2 E മാറി 3 E ഉണ്ട്, അപ്പോൾ ഒരു E കൂടി വരും. പിന്നെ NOL ഉണ്ട്. അപ്പോൾ അങ്ങനെ എത്ര യൂണിറ്റ് ആയി? 5 യൂണിറ്റ് ആയി. 5 യൂണിറ്റ് നമുക്ക് എത്ര രീതിയിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും? 5 ഫാക്ടോറിയൽ ബേസിൽ അറേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷെ ഇത് ഷഫിൾ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇൻറ്റു 5 വരാത്തത്. 5 ഫാക്ടോറിയൽ ഇത് ENDEA തന്നെ ആയിരിക്കണം വേർഡ്. അത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഷിഫ്റ്റ് ചെയ്യാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ 5 ഫാക്ടോറിയൽ. ഇനി അപ്പോൾ അത് മനസ്സിലായി കാണുന്നു വിശ്വസിക്കുന്നു. ഇനി നമുക്ക് അടുത്തത് നോക്കാം. ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഇൻ വിച്ച് ദ ലെറ്റർ E occurs in the first and the last position. ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഇൻ വിച്ച് ദ ലെറ്റർ, ഏത് വേർഡ് എടുത്താലും 3 E ഉള്ള കാര്യം നിങ്ങൾക്ക് ഓർമ്മ വേണം. 3 E ഉള്ള കാര്യം ഓർമ്മ വേണം. അതിൽ നമുക്ക് അവസാനത്തേതും ആദ്യത്തേതും അവസാനത്തേതും E തന്നെയാണ്. അപ്പോൾ 2 E ഫിക്സ്ഡ് ആണ്, അതിന് മാറ്റൂല. 2 E ഫിക്സ്ഡ് ആണ്, ഇനി അതിന് മാറ്റൂല. അപ്പോൾ 9 2 മാറി. 2 മാറിക്കഴിഞ്ഞാൽ ഇനി എത്ര ഉണ്ട്? 7 ലെറ്റേഴ്സ് ഉണ്ട്. 2 ലെറ്റേഴ്സ് മാറി, അതിൽ 7 ലെറ്റേഴ്സ് ഉണ്ട്. ഈ 7 ലെറ്റേഴ്സിൽ N റിപ്പീറ്റഡ് ആണ്. N 2 കേസ് ഉണ്ട്. N എത്ര കേസാണ്? 2 കേസ് ഉണ്ട്. അപ്പോൾ റിപ്പറ്റീഷൻ്റെ ഒരു കോൺസെപ്റ്റ് വരുന്നുണ്ട്. ബാക്കിയൊന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല, കാരണം 2 E ഇവിടെ ഫിക്സ്ഡ് ആണ്, പിന്നെ ഒരു E ഉള്ളൂ. അപ്പോൾ നമ്പർ ഓഫ് അറേഞ്ച്മെന്റ്സ് എന്തായിരിക്കും? 7 ഫാക്ടോറിയൽ ബൈ റിപ്പറ്റീഷൻ്റെ 7 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ, 7 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ എന്ന് വരും. ഓക്കെ, അത് സിംപ്ലിഫൈ ചെയ്യാം. 7 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 21 ഇൻറ്റു 5 ഫാക്ടോറിയൽ എന്ന് എഴുതാം. 21 ഇൻറ്റു 5 ഫാക്ടോറിയൽ അത് സിംപ്ലിഫൈ ചെയ്യാന്നുള്ളൂ. 7 ഇൻറ്റു എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും? 7 ഇൻറ്റു 6 ഫാക്ടോറിയൽ ബൈ 2 അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ദിസ് ഈസ് ഇക്വൽ ടു 7 ഇൻറ്റു 6 ഇൻറ്റു ഇത് സിംപ്ലിഫൈ ചെയ്യാം. 7 ഇൻറ്റു 6 ഇൻറ്റു 5 ഫാക്ടോറിയൽ ബൈ 2 ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് എടുക്കാം. 3 കണ്ടോ? 3. അപ്പോൾ 21 ഇൻറ്റു 5 ഫാക്ടോറിയൽ എന്ന് എഴുതാം. 21 ഇൻറ്റു 5 ഫാക്ടോറിയൽ. അപ്പോൾ നമ്മൾ ബി എങ്ങോട്ടേക്ക് പോകുന്നു നോക്കിയേ? ബി എസിലേക്കാണ്. ബി
എസിലേക്ക് പോകും, ബി എസിലേക്ക് പോകും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ മൂന്നാമത്തെ സി ഒന്ന് വായിച്ചു നോക്കിയേ. സി, ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഇൻ വിച്ച് നൺ ഓഫ് ദ ലെറ്റേഴ്സ് DLN occurs in the last 5 positions. ലാസ്റ്റ് 5 പൊസിഷൻസിൽ അത് വരാൻ പാടില്ല. അതാണ് ക്വസ്റ്റ്യൻ. ഏതൊക്കെയാണ്? DLN എന്ന് പറയുമ്പോൾ 2N ഉള്ളത് കൊണ്ട് NNDL നിങ്ങൾ കൺസിഡർ ചെയ്യണം. 2N ഉള്ളത് കൊണ്ട് NNDL കൺസിഡർ ചെയ്യണം. ഹാവ് ടു ഓക്യുപ്പൈ ഫസ്റ്റ് 4 പ്ലേസസ്. ഇത് ലാസ്റ്റ് പ്ലേസസിൽ വരാൻ പാടില്ല. അപ്പോൾ NNDL എവിടെ വരേണ്ടി വരും? ഫസ്റ്റ് 4 പൊസിഷൻസിൽ അത് വരേണ്ടി വരും. ഈ NNDL ഫസ്റ്റ് 4 പൊസിഷൻസിൽ ഇരിക്കാനുള്ള യോഗ്യതയേ ഉള്ളൂ. മറ്റുള്ള, അതാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, NNDL ഹാവ് ടു ഓക്യുപ്പൈ ഫസ്റ്റ് 4 പ്ലേസസ്. ആൻഡ് പിന്നെ വരുന്നത് ഏതൊക്കെയാണ്? EEOA 3 E വരുന്നുണ്ട്. EEOA അത് 3 E വരുന്നുണ്ട്. ഹാവ് ടു ഓക്യുപ്പൈ ലാസ്റ്റ് 5 പ്ലേസസ്. അപ്പോൾ അത് എത്ര കേസ് ആണെന്ന് നോക്കാം നമുക്ക്. NNDL ഫസ്റ്റ് 4 പ്ലേസസിലും EEOA ലാസ്റ്റ് 9 പ്ലേസ് അല്ലേ ഉള്ളൂ. അപ്പോൾ ഇത് ഫസ്റ്റ് 4 പ്ലേസസിലും ഇത് ലാസ്റ്റ് 5 പ്ലേസസിലും വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെയും റിപ്പറ്റീഷന്റെ കോൺസെപ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് 4 പ്ലേസസിൽ NNDL അത് എത്ര വേസിൽ പറ്റും? 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ. 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ. സൈമൾട്ടേനിയസ് ആയതുകൊണ്ട് ഇത് 5 പ്ലേസ് ഉണ്ട്, 5 ലെറ്റേഴ്സ് ഉണ്ട്. 5 ഫാക്ടോറിയൽ ബൈ ഈ 3 ടൈംസ് ഉണ്ട് റിപ്പറ്റീഷൻ, 3 ഫാക്ടോറിയൽ. 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ ഇൻറ്റു 5 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ. അത് നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. അത് 2 ഇൻറ്റു 5 ഫാക്ടോറിയൽ എന്ന് വരും. 2 ഇൻറ്റു 5 ഫാക്ടോറിയൽ. കാരണം ഇതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും? 4 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ എന്ന് എഴുതാം. ബൈ 2 ഇൻറ്റു 5 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ എന്ന് എഴുതാം. 3 ഫാക്ടോറിയൽ കട്ടായി പോവും. 2 4 2 ടൈംസ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു, ഇങ്ങനെയാണ് കിട്ടുന്നത്, 2 ഇൻറ്റു 5 ഫാക്ടോറിയൽ. അപ്പോൾ സി നമുക്ക് എങ്ങോട്ടേക്ക് പോവും? സി നമുക്ക് എങ്ങോട്ടേക്ക് മാപ്പ് ചെയ്യാം? സി എവിടെ? 2 ഇൻറ്റു 5 ഫാക്ടോറിയൽ അല്ലേ? ക്യൂവിലേക്ക് പോകും. സി ക്യൂവിലേക്ക് പോകും. അപ്പോ എ പിയിലേക്കാണ്. എ പോകുന്നത് പിയിലേക്ക്, ബി പോകുന്നത് എസിലേക്ക്, സി പോകുന്നത് ക്യൂവിലേക്ക്. ഒരു ക്വസ്റ്റ്യൻ കൂടിയുണ്ട്. ക്വസ്റ്റ്യൻ നോക്കിയേ. ദ നമ്പർ ഓഫ് പെർമ്യൂട്ടേഷൻസ് ഇൻ വിച്ച് ദ ലെറ്റേഴ്സ് AEO occur only in odd positions. ഓഡ് പ്ലേസസിൽ AEO നോക്കൂ, AEO എല്ലാം ഓഡ് പ്ലേസസിലാണ്. AEO എന്ന് പറയുമ്പോൾ എന്തൊക്കെ വരും? AEO ഇത്രയും ലെറ്റേഴ്സ് വരും. ഇതെല്ലാം ഓഡ് പ്ലേസസിലാണ്. ഓഡ് പ്ലേസസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണത്? ഓഡ് പ്ലേസസ് 1 2 3 4 5 6 7 8 9. 1 2 3 4 5 6 7 8 9. ഇതാണ് ഓഡ് പ്ലേസസ്. 1 2 3 4 5 പ്ലേസ് വരും. 1 2 3 4 5 കണ്ടോ, 5 പ്ലേസ് വരും. അപ്പോൾ ഈവൻ, ബാക്കിയെല്ലാം ഈവൻ പൊസിഷൻസിലാണ്. AEO അത് 5 പ്ലേസ് വരുന്നുണ്ട്. 1 3 5 7 9. അതാണ് ഓഡ് പ്ലേസസ് എന്ന് പറയുമ്പോൾ. അപ്പൊ അതിൽ വരുമ്പോൾ നമുക്ക് 5 ലെറ്റേഴ്സ് ഉണ്ട്. അതേപോലെ അല്ലെ 5 ലെറ്റേഴ്സ് അല്ലേ? AEO 5 ലെറ്റേഴ്സ് ആണുള്ളത്. 5 പ്ലേസ് ഉണ്ട്. ദാറ്റ് ക്യാൻ ബി ഫിൽഡ് വിത്ത് 5 ഫാക്ടോറിയൽ. പക്ഷെ ഇവിടെ റിപ്പറ്റീഷൻ ഉണ്ട്. 3 E വന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് 3 ഫാക്ടോറിയൽ ഇൻറ്റു സൈമൾട്ടേനിയസ് ആണ്. മറ്റവരെയും കൂടി നമുക്ക് അറേഞ്ച് ചെയ്യണ്ടേ? ഒരേ സമയം തന്നെ ചെയ്യണം. സൈമൾട്ടേനിയസ് ആകുമ്പോൾ മൾട്ടിപ്ലൈ ചെയ്യേണ്ടി വരും. ഇൻറ്റു ഇനി എത്ര പേരുണ്ട്? എത്ര
എത്ര പേരുണ്ട്? NNPC ഉണ്ട്. AEEO കഴിഞ്ഞാൽ ബാക്കി വരുന്നത് NNPC ആണ്. അവര് ഈവൻ പൊസിഷനിലായിരിക്കും NNPC. അത് എത്ര അറേഞ്ച് ചെയ്യാൻ പറ്റും നമുക്ക്? ഇൻറ്റു 4 പേരുണ്ട്, 4 പ്ലേസ് ഉണ്ട്. അപ്പോൾ ഇൻറ്റു 4 ഫാക്ടോറിയൽ ബൈ റിപ്പറ്റീഷൻ ഉണ്ട്, n റിപ്പീറ്റഡ് ആണ്, ദാറ്റ് ഈസ് 2 ഫാക്ടോറിയൽ. 5 ഫാക്ടോറിയൽ ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ. അത് ഒന്ന് സിംപ്ലിഫൈ ചെയ്യാം. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 2 ഇൻറ്റു 5 ഫാക്ടോറിയൽ. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ദിസ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 5 ഫാക്ടോറിയൽ എന്ന് കിട്ടും. 2 ഇൻറ്റു 5 ഫാക്ടോറിയൽ. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാത്? 5 ഫാക്ടോറിയൽ എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു 4 ഇൻറ്റു 3 ഫാക്ടോറിയൽ എന്ന് എഴുതാം, ബൈ 3 ഫാക്ടോറിയൽ ഇൻറ്റു 4 ഇൻറ്റു 3 ഇൻറ്റു 2 ഫാക്ടോറിയൽ ബൈ 2 ഫാക്ടോറിയൽ. 2 ഫാക്ടോറിയൽ കട്ടായി പോകും, ഇവിടെ 3 ഫാക്ടോറിയലും കട്ടായി പോകും. അപ്പോൾ ഇവിടെ വരുമ്പോൾ 5 ഇൻറ്റു 4 ഇൻറ്റു 4 ഇൻറ്റു 3 ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 5 ഫാക്ടോറിയൽ. 2 ഇൻറ്റു 5 ഫാക്ടോറിയൽ ദാറ്റ് ഈസ് ഓക്കെ, ദാറ്റ് ഈസ് ദ ആൻസർ, 2 ഇൻറ്റു 5 ഫാക്ടോറിയൽ. അപ്പോൾ നമുക്ക് ഡി അങ്ങോട്ടേക്ക് പോകും. ഡി മാപ്ഡ് ഓൺ ടു ക്യൂ, ക്യൂയിലേക്ക് തന്നെ പോകുന്നത്. ഓക്കെ, ഇതാണ് IIT. ഇത് മെട്രിക്സ് മാച്ച് ടൈപ്പ് ക്വസ്റ്റ്യൻ എന്ന് പറയും. ഇതിൽ മെട്രിക്സ് IITയുടെ 3-4 കാറ്റഗറിയിൽ ഒരു കാറ്റഗറിയാണിത്, മെട്രിക്സ് മാച്ച് ടൈപ്പ്. അപ്പോൾ നമ്മളിന്ന് പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് 2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്തു. നമുക്ക് മറ്റൊരിക്കൽ വീണ്ടും കാണാം, അഡ്വാൻസിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.